ഷഡ്കർമ്മം എന്ന് പറയുമ്പോൾ നമ്മൾ തന്ത്രശാസ്ത്രത്തിലുള്ള ഒരു പ്രയോഗവശമാണ്. അതായത് നമ്മൾ നിത്യജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ട് തന്ത്രശാസ്ത്രത്തിൽ പറഞ്ഞു വെച്ചിട്ടുള്ള ചില പ്രയോഗ ക്രമങ്ങളാണ്. അതായത് ഒരു മനുഷ്യന് സാമാന്യ രീതിയിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വരാം, അതിനെ നമുക്ക് എങ്ങനെ പരിഹരിച്ച് സന്തോഷപരമായിട്ടുള്ള ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നതിന് ഉതകുന്നതായിട്ടുള്ള ചില പ്രയോഗക്രമങ്ങളാണ് ഷഡ്കർമ്മങ്ങൾ. ഇതിനെ അഷ്ടകർമ്മങ്ങൾ എന്ന് പറഞ്ഞിട്ട് 8ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതും 7ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതും ഒക്കെ ഉള്ള സപ്തകർമ്മം എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്ന ചില വിധാനങ്ങളുണ്ട്. പക്ഷെ ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പൂരകങ്ങളായിട്ട് കിടക്കുന്ന പ്രയോഗ രീതികളാണ്. അപ്പം അതായത് ഷഡ്കർമ്മം എന്ന് പറയുമ്പം വശ്യം, സ്തംഭനം, മാരണം, ഉച്ചാടനം, മോഹനം, ആകർഷണം, മാരണം, ഇതിപ്പോൾ 7 ഇപ്പം ഞാൻ പറഞ്ഞത്. ഷഡ്കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 എണ്ണമാണല്ലോ. ഷഡ് എന്ന് പറഞ്ഞാൽ 6. ഇനി ഇതിനെ അഷ്ടകർമ്മം എന്ന് പറഞ്ഞാൽ 8 എണ്ണമാക്കുന്ന ഒരു വിധാനമുണ്ട്. ഇതിനകത്ത് മോഹനവും വശ്യവും ഒരേ ഇതിൽ തന്നെ നമുക്ക് പെടുത്താവുന്നതാണ്. അതായത് വശ്യമോ മോഹനമോ. പക്ഷേ ഇതിനകത്ത് വശ്യം എന്ന് പറയുന്നത് നമ്മൾ ഇപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ നമ്മളെ പിരിഞ്ഞു പോവുക, അത് നമ്മൾ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണല്ലോ. അപ്പം അതിന് വെറും വശ്യപ്രയോഗം മാത്രം ചെയ്തു കഴിഞ്ഞാൽ അത് നിലനിൽക്കില്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരാൾക്കിപ്പോൾ നമ്മളോട് ഭയങ്കര വിരോധം ഉണ്ടായെന്ന് വിചാരിക്കുക. അത് നമ്മൾ അതായത് നമ്മൾ ഇഷ്ടപ്പെട്ട ഒരാൾ നമ്മളെ പിരിഞ്ഞു പോകുമ്പോൾ തിരിച്ചു കൊണ്ടുവരാൻ മാത്രമല്ല, നമുക്ക് ഒരാളെ അനുകൂലമാക്കാനും. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യുകയാണ്, അപ്പോൾ അവിടെ നമ്മുടെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് നമ്മളോട് അനുകൂലമായിട്ടിരിക്കണം എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനത്തെ ഒരാൾക്ക് നമ്മളോട് ഭയങ്കര വിരോധം ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് അവിടെ വർക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അയാളെ നമുക്ക് വശ്യം ചെയ്താൽ നമുക്ക് അയാളെ നമ്മളോട് ഒരു ഇഷ്ടം ഉണ്ടാക്കി കൊണ്ടുവരാൻ പറ്റും. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.